നിങ്ങളുടെ ആക്റ്റീവ BS6 പോലെയുള്ള വാഹനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഫ്യൂസ് ചെക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതെവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതെങ്ങനെയാണ് ഊരിയെടുക്കുന്നതെന്നും കാണിച്ചു തരുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ആക്റ്റീവ BS6 പോലെയുള്ള വാഹനങ്ങളുടെ ബാറ്ററികൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അതിൻ്റെ മാറ്റ് മാറ്റിയതിന് ശേഷം അതിൻ്റെ ബാറ്ററിയുടെ ടോപ്പ് കവറിൻ്റെ 2 സ്റ്റാർ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കാണാൻ വേണ്ടി സാധിക്കും. ആ സ്റ്റാർ സ്ക്രൂ അഴിച്ചതിന് ശേഷം ബാറ്ററിയുടെ ടോപ്പ് കവർ എടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ബാറ്ററിയും അതിനോടനുബന്ധിച്ച് 2 ചെറിയ റിലേയും കുറച്ച് ഫ്യൂസുകളും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അത് കുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ഡാമേജ് ആവാനും ഷോർട്ട് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഊരിയെടുക്കുന്നതിന് വേണ്ടി വാഹന നിർമ്മാതാക്കൾ തന്നെ വാഹനത്തിൽ ഒരു ഉപകരണം ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ഉപകരണം. അതിൻ്റെ ബാറ്ററിയുടെ ടോപ്പ് കവറിൻ്റെ മുകളിൽ തന്നെ അത് വെച്ചിട്ടുണ്ടാവും. ഇതാണ് ആ ഉപകരണം. ഇതാണ് ഫ്യൂസ് പുള്ളർ എന്ന് പറയുന്ന ഉപകരണം. ചെറിയൊരു ടൂള്, ഫ്യൂസ് പുള്ളർ. ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഫ്യൂസ് ഊരിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് അകത്തിപ്പിടിച്ചുകൊണ്ട് ഫ്യൂസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇത് വെക്കുക. അതിനുശേഷം അടിഭാഗം പ്രസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് വലിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്യൂസ് ഊരിയെടുക്കാൻ വേണ്ടി സാധിച്ചു, ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ. അതിനുശേഷം 2 ലെഗുകൾക്കിടയിലുള്ള കണക്ഷൻ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂസ് പോയതാണോ അതോ നല്ല കണ്ടീഷനിലുള്ള ഫ്യൂസാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ ഓരോ ഫ്യൂസും നമുക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്യൂസ് ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്പെയർ ഫ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തുള്ള സർവീസ് സെൻ്ററിലോ വർക്ക്ഷോപ്പുകളിലോ എത്തിച്ചതിന് ശേഷം ഫ്യൂസ് പോകാനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പരിഹരിക്കേണ്ടതാണ്. ഇതുപോലെ ഓരോ ഫ്യൂസും നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും. ലെഗുകൾക്കിടയിലുള്ള കണക്ഷൻ ചെക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് സാമ്പിളായിട്ട് പോയ ഫ്യൂസും നല്ല കണ്ടീഷനിലുള്ള ഫ്യൂസും കാണിച്ചു തരാം. ഇതൊരു 10 ആമ്പിയറിൻ്റെ ഫ്യൂസാണ്. 2 ലെഗുകൾക്കിടയിലുള്ള കണക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് കണ്ടീഷനിലെ ഫ്യൂസ് മനസ്സിലാവും. ഇത് കണ്ട 2 ലെഗുകൾക്കിടയിലുള്ള കണക്ഷൻ കട്ടായിട്ടില്ല. ഇനി കട്ടായൊരു ഫ്യൂസ് കാണിച്ചു തരാം. ഇത് ബേണായ ഫ്യൂസാണ്. ഇങ്ങനെ നമുക്ക് നോക്കി തന്നെ ഫ്യൂസ് പോയതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാം.